കിടപ്പുഴയുടെ നാഴിയിൽ നിന്നും നിദ്ര ഇറങ്ങി നടന്നു. അടുക്കളയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഭവാനിയും ഭാർഗവിയും കൂടി ഡൈനിങ് ടേബിളിൽ നിന്നും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുമായിരുന്നു. ഗായത്രി ദേവി അവിടെയെങ്ങും കാണാത്തത് വന്നപ്പോൾ നിദ്ര നേരെ അടുക്കളയിലേക്ക് തന്നെ വെച്ചു പിടിച്ചു. ബാക്കിയുള്ള ഭക്ഷണമെല്ലാം ചേർത്തെടുത്തുകൊണ്ട് വരികയായിരുന്നു അവർ. അപ്പോൾ ആഹാ, മോള് വന്നോ, എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാനിരിക്കാം. അപ്പോൾ അച്ഛൻ ഇന്ന് പുറത്തുനിന്നും കഴിക്കുന്നുള്ളൂ. തിരക്കിട്ടെങ്ങോ പോകുന്നത് കണ്ടു. എല്ലാവരും ചേർന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. അവർക്ക് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭവാനിയും ഭാർഗവിയും. അയ്യോ, കുഞ്ഞിൻ്റെ ചുണ്ടിനെന്നാ പറ്റി? മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. രാവിലെ കണ്ടപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഭാർഗവി ആശങ്കയോടെ നിദ്രയെ നോക്കി ചോദിച്ചു. ഞെട്ടലോടെ നിദ്ര വിരലുകൾ കൊണ്ട് ചുണ്ടിൽ തൊട്ടു നോക്കി. അത് പിന്നെ എന്ത് പറയണമെന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിദ്രയെ ചിരിയോടെ നോക്കിക്കൊണ്ട് ഭവാനി ഭാർഗവിയെ ഒരു തട്ട് തട്ടി. ഗായത്രി ദേവി മുഖം താഴ്ത്തി ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൂടിയും അവരും ചിരി തന്നെയായിരുന്നു. എല്ലാവർക്കും ഏകദേശം കാര്യം പിടികിട്ടിയത് കൊണ്ട് നിദ്രയ്ക്ക് മറുപടിയൊന്നും പറയേണ്ടി വന്നില്ല. എങ്കിലും അവൾക്ക് അന്നേരം മനസ്സിൽ രുദ്രനോട് വല്ലാത്ത അമർഷം തോന്നിപ്പോയി. തിടുക്കത്തിൽ കഴിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. നിദ്ര പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു നട്ടം തിരിയുകയായിരുന്നു. ആ മോളെ, നിങ്ങളുടെ റൂമിൽ ഷെൽഫ് നല്ല ടൈറ്റാണല്ലേ. നിനക്കത് തുറക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് രുദ്രൻ ആരൊക്കെയോ കൊണ്ടുവന്ന് മൊത്തം ഷെൽഫ് അങ്ങ് പൊളിച്ചു മാറ്റുക. വേറെ വെക്കുന്നുണ്ടിപ്പോൾ, അതുകൊണ്ട് ഉച്ചവരെയുള്ള മുകളിലേക്ക് പോകണ്ട കേട്ടോ. ഗായത്രി ദേവി അവളുടെ നേർക്ക് നോക്കി പറഞ്ഞത് കേട്ടപ്പോൾ നിദ്ര ഞെട്ടിപ്പോയിരുന്നു. ഷെൽഫ് തുറക്കാൻ ബുദ്ധിമുട്ടാണ് എന്നത് നേരെ തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടി ഷെൽഫ് പൊളിച്ചു മാറ്റുകയോ? അവൾക്കൊന്നും മനസ്സിലായില്ല. രുദ്രൻ എന്തിനാണ് തനിക്ക് വേണ്ടി ഇത് ചെയ്തത് എന്നാണ് അവളുടെ ചിന്ത പോയത്. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയും ശ്രദ്ധിക്കുന്നു. ഇദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ പൂർണ്ണമായും മനസ്സ് തുറന്നൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ നിദ്ര ആഗ്രഹിച്ചു പോയി. ഇനി തനിക്ക് വേണ്ടി അല്ലെങ്കിലോ എന്നുകൂടി അവളുടെ ചിന്ത പോയി. ചിലപ്പോൾ അത് ശരിക്കും ടൈറ്റായതുകൊണ്ടാകും മാറ്റിവെക്കുന്നത്. അന്ന് മുഴുവൻ നിദ്ര മുറിയിൽ കയറാതെ കറങ്ങി കറങ്ങി അങ്ങിങ്ങായി നടക്കുകയായിരുന്നു. ഇതിനോടകം സ്വന്തം മുറിയിലല്ലാതെ ആ വീട്ടിലെല്ലാ മുറിയും കക്ഷി കയറി കഴിഞ്ഞു. ചിലപ്പോൾ ചിലയിലെങ്കിൽ തന്നെ 5-6 പ്രാവശ്യം തന്നെ എത്തിപ്പെട്ടിരുന്നു. പിന്നെ നടന്നു മുടുത്തപ്പോൾ നിദ്ര ഗായത്രി ദേവിയുടെ പിന്നാലെ തന്നെയായി. നീ ഇതെൻ്റെ സാരി പിടിച്ച് നടക്കുന്ന കുറേ ആയല്ലോ പെണ്ണേ. സാധാരണ കെട്ടുകഴിഞ്ഞ പെൺപിള്ളേർ ഭർത്താക്കന്മാരുടെ അടുത്ത് നിന്ന് മാറില്ല. ഇതിപ്പോൾ നീ എന്താ ഇങ്ങനെ? ഗായത്രി ദേവി എന്തോ ജോലി ചെയ്യുന്നതിനിടയിൽ അവളോട് പറയുകയായിരുന്നു. നിദ്ര കൂടെയുള്ളത് അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എങ്കിലും അവർ കാരണം ഭർത്താവിൻ്റെ കൂടെ ചിലവിടേണ്ട സമയങ്ങളിൽ കുറവ് വരുന്നുണ്ടോ എന്ന് അവൾക്ക് എന്നുള്ള സംശയം അവർക്കുണ്ടായി. എങ്കിലും ഒരു തമാശ പോലെ പറഞ്ഞതല്ലാതെ അതിനൊരു കാര്യമായ മറുപടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അമ്മ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ ചോദിച്ചതെന്ന് കരുതി നിദ്ര ഭയന്നു. അത് പിന്നെ അമ്മേ, എനിക്കെൻ്റെ അമ്മയെ കണ്ട ഓർമ്മയൊന്നുമില്ല. എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്. നിദ്ര പെട്ടെന്ന് വായിൽ വന്ന കാര്യം എടുത്തിട്ടു. പെട്ടെന്ന് ഗായത്രി ദേവി ഒന്ന് തിരിഞ്ഞ് അവളുടെ മുഖം വിവർണമായിരുന്നു. അവർ നിദ്രയെ മാറോട് ചേർത്ത് പുണർന്ന് നിദ്ര പെട്ടെന്ന് പകച്ചുപോയി. അമ്മയില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അമ്മയും അച്ഛനും ഒക്കെയുണ്ട് നിനക്കിനി. അച്ഛൻ്റെ ദേഷ്യമൊക്കെ ക്ഷണനേരം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒന്നോർത്ത് വിഷമിക്കേണ്ട കേട്ടല്ലോ. നിദ്രയുടെ കവളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. നിദ്ര പെട്ടെന്ന് തന്നെ തലകുലുക്കി. സത്യത്തിൽ അവളുടെ മനസ്സ് ഇവിടെയെങ്ങുമല്ലായിരുന്നു. മുകളിലേക്ക് പോയാൽ ഇനി എന്താണ് ഉണ്ടാവുക എന്ന് മാത്രമായിരുന്നു. രുദ്രൻ കൂടുതൽ ശാരീരികമായി അടുക്കുന്നത് അവളിൽ അലവസരം സൃഷ്ടിച്ചിരുന്നു. മാനസികമായി അടുപ്പമില്ലാതെ ഇനി ഒരിക്കലും അവനുമായി അടുക്കില്ലെന്ന് നിദ്ര തീരുമാനിച്ചുറച്ചത് തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ 1 വർഷത്തെ കോൺട്രാക്ട് ജീവിതം അവസാനിച്ച ഖേദിക്കേണ്ടി വരിക താൻ മാത്രമായിരിക്കുമെന്ന് നിദ്ര ഓർത്തു. അതവളിൽ തീരാത്തൊരു മാനസികവേദ സൃഷ്ടിച്ചിരുന്നു. രുദ്രൻ തന്നിൽ നിന്നും അകന്നു പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നി അവൾക്ക്. നിദ്രയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം തൻ്റെ മനസ്സ് തരളിതമാകുന്നത് എന്തിനാണെന്ന് രുദ്രന് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. അവളെ ദ്രോഹിക്കാൻ വേണ്ടി കരുതി തന്നെയാണ് ഇതുവരെയും ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. പക്ഷെ അവളുടെ ഭാഗത്തും എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്നൊരു തോന്നൽ ശക്തമാകുന്നു. തനിക്ക് പിന്നിൽ നിന്ന് കളിച്ചവൻ ആരാണെന്ന് കുറെ കൂടി വ്യക്തമായി അന്വേഷിക്കണം. മറ്റാരെങ്കിലും നിദ്രയെ തനിക്ക് മുന്നിൽ മോശമായി ചിത്രീകരിച്ചു എന്ന് കരുതി അവളെ വെറുതെ സംശയിക്കുന്നത് ശരിയല്ല.
ഇനി അഥവാ നിദ്ര തെറ്റുകാരിയാണെങ്കിൽ 1 വർഷത്തെ കോൺട്രാക്റ്റ് കഴിയുന്നതോടെ അവൾ ഒഴിവായി പോവുകയും ചെയ്യും. എങ്കിലും ജീവിതത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുവളിൽ ഒരു മടക്കം തനിക്ക് സ്വീകാര്യമാകുമോ? അവളുടെ കണ്ണുകൾ കാണുമ്പോൾ സ്വയം നഷ്ടപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. പെട്ടെന്നായിരുന്നു രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തത്. അലസമായി നടന്നു ചെന്ന് ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ഇരുന്നു കൊണ്ട് രുദ്രൻ ഫോൺ എടുത്തു നോക്കി. അവൻ്റെ മനസ്സൊന്ന് വിറച്ചുപോയി. സാറ കോളിംഗ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. സാറ കുറച്ച് നാളുകളായി ഒരു ഷൂട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ തങ്ങേണ്ടി വന്നത്. ഇനി തിരികെ പോകണം. തനിക്കും ഷൂട്ടിനുള്ള ഷെഡ്യൂൾ വന്നുകൊണ്ടിരിക്കുവാണ്. ഈ വീട്ടിൽ നിന്നായി എളുപ്പമല്ല. എറണാകുളത്തെ വില്ലയിലാണ് ഷൂട്ടിംഗ്. കാര്യങ്ങൾക്കെല്ലാം എത്തിപ്പെടാൻ ഉപകാരപ്രദം. വല്ലായ്മയോടുകൂടി രുദ്രൻ ഫോൺ എടുക്കുമ്പോൾ നിദ്രയുടെ നോട്ടം മനസ്സിൽ തുളച്ചു കയറി. ഇതെവിടെയാ മാഷേ? കാണാനില്ലല്ലോ. വിളിയുമില്ല, സംസാരവുമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെയൊക്കെ മറന്നുപോയോ? അപ്പുറത്ത് നിന്നും സാറയുടെ കളിയാക്കലുകളും തമാശകളും കുറ്റപ്പെടുത്തുകൾ പോലെയാണ് രുദ്രൻ അനുഭവപ്പെട്ടത്. ഏയ് സാറ, ഞാനിവിടെ കുറച്ച് തിരക്കില. നമ്മൾ ഉടനെ മീറ്റ് ചെയ്യും കേട്ടോ. യു ഡോണ്ട് വറി. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴും സ്വരം പതറാതിരിക്കാൻ രുദ്രൻ ശ്രമിച്ചിരുന്നു. ഓ, യു ടേക്ക് യുവർ ടൈം മാൻ. എനിക്കറിയാം, ഫാമിലിയിലെല്ലാം കുറേ ഫോർമാലിറ്റീസ് കാണുമല്ലോ. ഫ്രീ ആകുമ്പോൾ നീ വരുമെന്നും എനിക്കറിയാം. സാറയുടെ സ്വരം മാത്രമായി. രുദ്രൻ കടുത്ത കുറ്റബോധം ഉളവായി. ഫാമിലിയിൽ നിന്നും തനിക്കൊരു ഫോർമാലിറ്റിയോ പ്രഷറോ ഒന്നുമില്ല. താൻ പോകണമെന്ന് ഉറച്ചാൽ പിന്നെ ഇവിടെ നിന്ന് പോയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ. പക്ഷേ എന്തോ ഇവിടെ തന്നെ കുറേ നാൾ കൂടി തങ്ങാനുള്ള കാരണങ്ങൾ തിരയും പോലെയാണ് മനസ്സ്. എങ്ങനെയുണ്ട് ലെവൽ? നിന്റെ പൊണ്ടാട്ടി, അവളുടെ അഭിനയമൊക്കെ എങ്ങനെ പോകുന്നു? അത് അവൾ ഇവിടെ അങ്ങനെ എൻ്റെ മുന്നിൽ വരാറൊന്നുമില്ല. കൂടുതൽ നേരവും അമ്മയുടെ അടുത്താണ്. രുദ്രൻ കൂടുതലൊന്നും സാറ നിദ്രയെപ്പറ്റി ചോദിച്ചു കളയാതിരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു കള്ളം പറഞ്ഞു. ആഹാ, അപ്പം രാത്രി നിങ്ങളൊന്നിച്ചല്ലേ കിടക്കുന്നത്? ഞാൻ കരുതി നീ അവൾക്കിട്ട് നല്ല പണി കൊടുത്തു തുടങ്ങിയെന്നൊക്കെയാണ്. ഷേ, എനിക്കിപ്പോൾ സാരമില്ല. എന്തായാലും നാളെ ഇങ്ങ് വരുമല്ലോ. നമുക്കൊന്നിച്ച് അവൾക്കിട്ട് പണിയാം. നാളെയോ? രുദ്രൻ പെട്ടെന്ന് ഞെട്ടി. അതെ, നാളെ തന്നെ. എന്തേ വരുന്നില്ലേ? ഇനിയും വൈകിയ എങ്ങനെയാ രുദ്ര? സാറ കൊഞ്ചി. ഞാനൊന്ന് നോക്കട്ടെ സാറ്. മാക്സിമം നാളെ തന്നെ വന്നേക്കാം. രുദ്രൻ ഉറപ്പ് പറഞ്ഞെങ്കിൽ കൂടിയും പെട്ടെന്ന് ഇവിടെ നിന്നും തിരിക്കുന്ന കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ലായിരുന്നു. ശരിയെന്നാ, ഇവിടെ കുറച്ച് തിരക്കാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ബായ്. രുദ്ര തന്നെ ആ ഫോൺ കോൾ നിർബന്ധപൂർവ്വം അവസാനിപ്പിച്ചു. സാറ ജെയിൻ ഫിലിപ്പ് എന്ന അവൻ്റെ കാമുകയെ പറ്റി ഓർക്കുകയായിരുന്നു രുദ്രൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അവളാണ് ആദ്യം ഇങ്ങോട്ടൊരു അപ്രോച്ച് നടത്തുന്നത്. ഫിലിപ്പ് എന്ന അവളുടെ അച്ഛൻ്റെ ഫിലിമിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയ സൗഹൃദമാണ്. അവളുടെ അച്ഛൻ തന്നെ പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന ഫിലിമായിരുന്നു അത്. അതിലൂടെയാണ് ആദ്യമായി താൻ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീടുള്ള വളർച്ച പെട്ടെന്നായിരുന്നു. തുടക്കത്തിൽ സാറയുമായുള്ള സൗഹൃദം തനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ പടങ്ങൾ തനിക്ക് കിട്ടാനൊരു കാരണം സാറ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സാർ ഒരു പ്രണയാഭ്യർത്ഥന മുന്നിലേക്ക് വെച്ച് നീട്ടുമ്പോൾ സ്വീകരിക്കാതിരിക്കാൻ വയ്യായിരുന്നു. ഫിലിപ്പ് പറഞ്ഞപ്പോൾ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നേരാണ്. മകളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും തന്നെ തുടച്ചു നീക്കുമെന്നുള്ള ഭീഷണികൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ സിനിമകൾ ഫിലിപ്പ് കാരണം നഷ്ടമായിട്ടുമുണ്ട്. ചിലപ്പോൾ നിദ്രയെ വെച്ച് തന്നെ കുടുക്കിയത് പോലും ഫിലിപ്പായേക്കാം. എങ്കിലും ജീവിതത്തിൽ സാറ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. നിദ്ര ഇനി അഥവാ നല്ലവളാണെങ്കിൽ കൂടെ അവളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്ന കാര്യം സാറയുമായുള്ളപ്പോൾ നടക്കുന്നതല്ല. ഒരു വേളയെ ചതിച്ചുകൊണ്ട് മറ്റൊരുവൾക്ക് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓരോന്നാലോചിച്ചുകൊണ്ട് പടികളിറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഉറക്കെയുള്ള ഒരു ബഹളം ഒച്ചയും എല്ലാം കേൾക്കുന്നത്. ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സത്യഭാമയും ശരണ്യയുമായിരുന്നു അത്. അവരെ കാണുമ്പോൾ അന്നത്തെ സംഭവത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനിലേക്ക് ഇരച്ചു കയറി വന്നു. നിദ്രയെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിരസിലേക്ക് അലയടിച്ചു കയറി. സത്യഭാമയും ശരണ്യയും വാതോരാതെ ഓരോന്ന് പറയുന്നുണ്ട്. ഗായത്രി ദേവിയാകട്ടെ ഒരു നിസ്സംഗതയോടെ ഇരിക്കുകയാണ്. അവരോട് യാതൊരു താല്പര്യവുമില്ലെന്ന മട്ടിൽ. പക്ഷേ അതൊന്നും സത്യഭാമയ്ക്കും മകൾക്കും ഒരു വിഷയമേ അല്ലെന്ന് തോന്നി. രുദ്രൻ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നതും സത്യഭാമ പല്ല് മുഴുവൻ കാണിച്ച് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അയ്യോ, രുദ്രൻ മോൻ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ആ നിദ്ര മോനെയിട്ട് വട്ടം കറക്കുന്നുണ്ടാവുമല്ലേ? രണ്ടാമത്തെ വാചകം അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ ശബ്ദം താഴ്ത്തിയാണ് സത്യഭാമ പറഞ്ഞത്.
രുദ്രന് പക്ഷേ ആ സംസാരത്തിൽ വല്ലാത്തൊരു വെറുപ്പും അസ്വസ്ഥതയുമാണ് തോന്നിയത്. അവർ പിടിച്ചുവെച്ച് തൻ്റെ കൈ അവൻ ഇഷ്ടക്കേടോടെ വലിച്ചെടുത്തു. സത്യഭാമ അതൊന്നും ശ്രദ്ധിക്കാതെ വിളിക്കെ ചിരിച്ചുകൊണ്ട് ശരണ്യയെ നോക്കി. നീ എന്താ മോളെ നാണിച്ചിരിക്കുന്നേ? നിന്റെ രുദ്രൻ ചേട്ടനല്ലേ, ഇടിച്ചു കയറി മിണ്ടണ്ടേ? ശരണ്യ ചെന്ന് പെട്ടെന്ന് ചുണ്ടുകടിച്ച് രുദ്രനെ നോക്കി ലജ്ജിച്ച് തല താഴ്ത്തി. ഇവളിങ്ങനെയാ മോനെ, ഒറ്റയാളുടെ മുഖത്തേക്ക് നോക്കില്ല. ഓ, അതിനൊക്കെ നിദ്രയെ സമ്മതിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുക്കനുമായിട്ടിപ്പോഴും അവൾക്ക് കമ്പനി ഇല്ലാതില്ല. രുദ്രൻ്റെ മുഖം അടിയേറ്റതുപോലെ ചുവന്നു. അവൻ അതേ ദേഷ്യത്തോടെ ഗായത്രി ദേവിയെ നോക്കി. അവരുടെ മുഖം കടുത്തിരുന്നു. നിങ്ങളെന്താ സത്യഭാമയെ ഉദ്ദേശിച്ചത്? നിദ്രമോള് കണ്ട ആണുങ്ങളുടെ എല്ലാം കമ്പനിയിട്ട് നടക്കുന്ന ഒരുവളാണെന്നാണോ? ഗായത്രി ദേവിയുടെ മുഖത്തെ ദേഷ്യം കണ്ട സത്യഭാമ എന്ന് പരുങ്ങി. അവരിങ്ങനെ തുറന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. നിദ്രയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി താൻ ചെയ്ത് ചതിയടക്കം വല്ലതും വിളിച്ചു പറഞ്ഞ, അതും രുദ്രൻ്റെ മുന്നിൽ വെച്ച്. അയ്യോ ചേച്ചി, ഞാൻ അതൊന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നിദ്രമോൾ എല്ലാവരുമായി സംസാരിക്കുമെന്ന് പറഞ്ഞതാ. അല്ല, നിദ്രമോൾ എന്തേ കണ്ടില്ലല്ലോ? രുദ്രൻ സംശയത്തോടെ സത്യഭാമയെ നോക്കി. ഇവർ തന്നോട് പറഞ്ഞതെന്താണ്? ഇപ്പം അമ്മയോട് പറയുന്നത് എന്താണ്? അപ്പോഴാണ് ഭാർഗവി മനോഹരമായ ഒരു ചില്ല് ട്രെയിൽ ജ്യൂസുമായി വന്നത്. പിറകെ ഭവാനിയും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലുള്ള ട്രെയിൽ വിവിധ തരം പലഹാരങ്ങളായിരുന്നു. അവർ ടീപ്പോയിൽ നിരത്തിയപ്പോൾ കൊതിയൂറുന്ന സുഗന്ധം സത്യഭാമയുടെയും മകളുടെയും മൂക്കിലേക്ക് അടിച്ചു കയറി. രണ്ടുപേരും വേഗം തന്നെ ജ്യൂസ് എടുത്തു. സത്യഭാമ ഒറ്റവലിക്കത് കുടിച്ചു. സ്നാക്സിൽ കൈയിട്ട് വാരി. ഇതൊക്കെ കണ്ട് ഭവാനിയുടെയും ഭാർഗവിയുടെയും മുഖത്ത് പോലും പുച്ഛം നിറഞ്ഞു. നിദ്രമോൾ എവിടെ? വീണ്ടും പ്ലേറ്റിലെ പലഹാരത്തിൽ കൈയിട്ട് വാരുന്നതിനിടയിൽ സത്യഭാമ ചോദിച്ചു. അമ്മി, ഒന്ന് പതുക്കി കഴിക്ക്, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ശരണ്യ സത്യഭാമയോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഓ, എന്ത് രുചിയാടി മോളെ, കൊതി സഹിക്കാൻ വയ്യ. നമുക്കിപ്പോഴെങ്ങും പോകണ്ട, കുറേ നാൾ ഇവിടെ നിന്നിട്ട് പോയാൽ മതി. എന്താ സുഖം, എന്താ സൗകര്യം, ആ നിദ്രയുടെ ഒരു യോഗമേ. എന്താ സത്യഭാമ പറയുന്നത്? ഗായത്രി ദേവി ചോദിച്ചു. അത് നിദ്രമോളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതാ. ഗായത്രി ദേവിയുടെ ചുണ്ടിൽ നിന്ദാഗർഭമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിദ്രയൊന്ന് വിളിക്ക്, ഗായത്രി ദേവി ഭവാനിയോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭവാനിയോടൊപ്പം നിദ്ര കടന്നു വന്നു. ഒരു കടും പച്ച സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. കാതുകളിൽ ഡയമണ്ടിൻ്റെ കമ്മലും കഴുത്തിൽ താലി കൂടാതെ ഡയമണ്ടിൻ്റെ തന്നെ ചെറിയൊരു നെക്ലേസും ഉണ്ടായിരുന്നു. കൈകളിൽ മനോഹരമായ വളകളും. നിദ്രയെ അങ്ങനെ കണ്ടപ്പോൾ സത്യഭാമയോടും ശരണ്യയും വാപൊളിച്ച് നിന്നുപോയി. നിദ്ര പൊതുവെ സുന്ദരിയാണെങ്കിലും തങ്ങളുടെ വീട്ടിൽ നിന്നിരുന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നില്ല. ഇത്രയും ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വാടി തളർന്ന മുഖവും കലങ്ങിയ കണ്ണുകളുമായി അവളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ അവളുടെ സൗന്ദര്യം മുഴുവൻ പുറത്തു കാണുന്ന രീതിയിലായി അവളുടെ രൂപം. തങ്ങൾ വീട്ടിൽ അവളെ മാക്സിമം കഷ്ടപ്പെടുത്തിയിരുന്നു. അടുക്കളയിൽ നിന്നൊന്നിറങ്ങാനുള്ള നേരം നിദ്രയ്ക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ അവൾക്ക് സുഖമാണെന്ന് കണ്ടാലറിയാം. ശരണ്യയ്ക്ക് അസൂയയെ സഹിക്കാൻ വയ്യാതെയായി. താൻ എത്രയൊക്കെ ശ്രമിച്ചാലും നിദ്ര ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ രുദ്രനെ വലയിലാക്കുന്നത് എങ്ങനെയാണ്? ഇവളുടെ ജ്വലിക്കുന്ന സൗന്ദര്യത്തിന് മുന്നിൽ താൻ ഒന്നുമല്ല. നിദ്രയെ കണ്ടപ്പോൾ ശരണ്യയുടെ മേക്കപ്പിട്ട മുഖം വല്ലാതെ വിളറിപ്പോയിരുന്നു. അവൾ സത്യഭാമയെ നോക്കി. സത്യഭാമയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം നിദ്രയ്ക്ക് വന്ന മാറ്റത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. സഹിക്കാനാവാത്തൊരസൂയയും നിരാശയും അവരെ ബാധിച്ചു. വിവാഹം കഴിഞ്ഞാൽ രുദ്രൻ നിദ്രയെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി താൻ പറഞ്ഞുകൊടുത്ത അപവാദമെല്ലാം സഹായിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇവളിപ്പോൾ സൗഭാഗ്യത്തിൻ്റെ നെറുകയിലാണല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എൻ്റെ മോളെ കണ്ണു വെച്ച് വെച്ച് അവൾക്ക് വല്ലതും വരുമോ? ഗായത്രി ദേവി പകുതി പുച്ഛത്തോടെയും പകുതി തമാശയോടുകൂടെയും സത്യഭാമയോടും ശരണ്യയോടും ചോദിച്ചു. ഇരുവരുടെയും മുഖം വിളറിപ്പോയി. അയ്യോ ചേച്ചി, എനിക്ക് സ്വന്തം മോളെ പോലെയല്ലേ നിദ്ര, ഞാൻ അവളെ കണ്ണുവെക്കുമോ? സത്യഭാമ ചമ്മിയൊരു ചിരിയോടെ പറഞ്ഞു. ഗായത്രി ദേവിയുടെ ചുണ്ടിൽ വീണ്ടും പുച്ഛ നിറഞ്ഞ ചിരിയുണ്ടായി. മോളിങ്ങ് വാ, ഇവിടെ വന്നിരിക്ക്. ഗായത്രി ദേവി നിദ്രയെ ക്ഷണിച്ചു. വിളിച്ചപ്പോൾ തന്നെ അവരുടെ അടുത്ത് ചെന്നെങ്കിലും അവൾ എന്തു ചെയ്യണമെന്നറിയാതെ രുദ്രനെ നോക്കി. കാരണം അവൻ അപ്പോഴും അവിടെ നിൽക്കുകയായിരുന്നു. നിദ്രയുടെ നോട്ടം കണ്ടപ്പോൾ രുദ്രൻ എന്തുകൊണ്ടോ മനസ്സിലൊരു ആർദ്രത തോന്നി. അവൻ അവളോട് ഇരിക്കുന്ന മട്ടിൽ കണ്ണു കാണിച്ചു. ഗായത്രി ദേവി നിദ്രയുടെ ശിരസിൽ തലോടി. അവൾ അവരോട് ചേർന്നിരുന്നു. നിന്റെ ചെറിയമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് അതാ അമ്മ മോളെ വിളിച്ചത്. നിദ്ര ഗായത്രി ദേവിയോട് മനോഹരമായി പുഞ്ചിരിച്ചു. പിന്നെ അറിയാതെ രുദ്രനെ നോക്കി.
അവൻ്റെ നോട്ടം തന്നിൽ തന്നെയാണ് എന്ന് കണ്ടപ്പോൾ അവൾ പതറിപ്പോയി. രുദ്രൻ അവളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയതേയില്ല. ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഓരോ നിമിഷവും തന്നെ അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് എന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു. വിവാഹം വരെ അവളോട് വെറുപ്പായിരുന്നു, വെറുപ്പ് തന്നെയായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്നാണ് അവളുടെ സാമീപ്യം തന്നെ താനല്ലാതാക്കി മാറ്റുന്നത്. സാറയുടെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ രുദ്രന് അസ്വസ്ഥത തോന്നി. എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഗായത്രി ദേവി ഭാവവ്യത്യാസമില്ലാതെ ശരണ്യയോടും സത്യഭാമയോടും പറഞ്ഞു. അയ്യോ, അതെങ്ങനെയാ ചേച്ചി, ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. അതല്ലേ ഒരു മര്യാദ. അതുമല്ല, നിദ്രമോൾക്ക് എന്തോരം വിഷമമാകും ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയാൽ, അല്ലേ നിദ്രമോളെ? സത്യഭാമ നിദ്രയെ നോക്കി ഒരു കൊഞ്ചലോട് ചോദിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് വല്ലായ്മ പടർന്നു. അതുവരെയുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. രുദ്രനും നിദ്രയുടെ മുഖത്തെ ഭാവവ്യത്യാസം ശ്രദ്ധിക്കുകയായിരുന്നു. സത്യഭാമയുടെ ഓർക്കാപ്പുറത്തുള്ള അവളോടുള്ള സ്നേഹപ്രകടനവും അവനിൽ സംശയമുണ്ടാക്കിയിരുന്നു.